ഹലോ മക്കളെ, നമ്മുടെ 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒപ്പം ചേർന്ന് നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും അല്ലേ. നമ്മളൊരു ഓളത്തിൽ അങ്ങ് പഠിച്ചു പോകുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു, നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കുറേ ഡൗട്ടുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നില്ലേ. അപ്പോൾ ആ ഡൗട്ടുകൾക്കൊക്കെ ഒരു വിരാമം ഇടാൻ പോവുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പോവാണ്, നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മുടെ ക്ലാസ് 5 മക്കൾക്കായിട്ട് ഒരു ടെസ്റ്റ് നമ്മൾ വെക്കാൻ പോവാണ്. അത് വെറുതെ ഉള്ളൊരു ടെസ്റ്റ് അല്ല, നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ ലൈവായിട്ട് നമ്മുടെ ടെസ്റ്റ് നമ്മൾ നടത്താൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 5 നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴുള്ള യൂണിറ്റ് ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് സീരീസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ 30 സെക്കൻഡ്സ് ടൈമർ വയ്ക്കും. ആ ടൈമറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നിങ്ങൾ വേഗം നമ്മുടെ ചാറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ടെസ്റ്റ് നടക്കുന്നുണ്ടാവുക. അതിനുശേഷം ടെസ്റ്റ് കഴിഞ്ഞാൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ടെസ്റ്റിൽ അതിൻ്റെ ആൻസർ ശരിക്കും എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഏതൊക്കെ ദിവസങ്ങളാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്യൂസ്ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ നിങ്ങൾക്ക് മാത്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദെൻ വെനസ്ഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദെൻ തേഴ്സ്ഡേ സോഷ്യൽ സയൻസിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദെൻ ഫ്രൈഡേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ. ഇനിയുള്ള നിങ്ങളുടെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ചയിലെ നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ ടെസ്റ്റുകൾ നമുക്ക് നല്ലോണം ഗുണമുള്ളതാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ മാക്സിമം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എല്ലാവരും അത്ര ഇഷ്ടത്തോടെ കൂടിയിട്ടാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കാണാനായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ നല്ല മക്കളായിട്ട് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് മാക്സിമം സപ്പോർട്ട് തരും. അപ്പോൾ ഇങ്ങനെ അയ്യോ മിസ് എനിക്ക് ടെസ്റ്റ് പേടിയാണ് അങ്ങനെയുള്ളൊരു ആ കാര്യമൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ. ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാലോ കൂടിയാലോ ഒരു വിഷയമില്ല, നമ്മളത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കൾ ആരും ഈ ഒരു ടെസ്റ്റ് മിസ് ചെയ്യരുത്. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇത്തിരി തെറ്റായിട്ട് പോകും ഉത്തരം മിസ് ഞാൻ ബാക്കി എല്ലാവരും കാണും അതിൻ്റെ ഉത്തരം, അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ധൈര്യമായിട്ട് നമ്മുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ. നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിക്കുള്ള ഉത്തരം, നമ്മൾ ശരിക്കുള്ള പബ്ലിക് എക്സാമിന് നമ്മൾ ഞെട്ടിക്കും അവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എൻ്റെ കുട്ടികൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും മിസ്സാക്കരുത്, എന്തായാലും അത് അറ്റൻഡ് ചെയ്യണം എന്നേ മിസ് പറയുള്ളൂ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു എക്സാമിനോടുള്ള നമ്മുടെ ടെൻഷനൊക്കെ പോയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ടെസ്റ്റുകൾ ആരും മിസ് ചെയ്യരുത് കറക്റ്റായിട്ട്. അപ്പോൾ ട്യൂസ്ഡേ നിങ്ങൾക്ക് മാത്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു മാത്സിൻ്റെ ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാം.